സുഖമായി കല്യാണം കഴിക്കാം. അതെ, വധുവരന്മാരില്ലാതെ ഗവൺമെന്റ് ഓഫീസുകളിൽ ക്യൂ നിൽക്കാതെ നിമിഷ നേരം കൊണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് ഡിജിറ്റലായി നമ്മുടെ കൈകളിൽ കിട്ടും. എങ്ങനെയെന്ന് നോക്കിയാലോ? അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കെ സ്മാർട്ടിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ ലോഗിൻ ചെയ്യുന്നതും അതുപോലെ മാരേജ് രജിസ്ട്രേഷനെ കുറിച്ചുമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് കാണുന്നുണ്ട്. സിറ്റിസൺ, ഒഫീഷ്യൽ, ഓർഗനൈസേഷൻ ലോഗിൻ. ഇതിൽ നമ്മൾ സിറ്റിസൺ ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫോൺ നമ്പർ കൊടുക്കണം. നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP പോകുന്നതായിരിക്കും. അപ്പോൾ ആ OTP ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ലോഗിൻ ചെയ്യാം. നമ്മളിതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഈ ഒരു സൈറ്റിൽ മുകളിൽ കാണുന്ന ഈ ബാറിൽ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെ കുറിച്ചാണുള്ളത്. മൈ അപ്ലിക്കേഷൻ, ന്യൂ അപ്ലിക്കേഷൻ, പേയ്മെൻറ്റ്, മൈ ഡോക്യുമെൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൽ നമ്മൾ ന്യൂ അപ്ലിക്കേഷനാണ് എടുക്കേണ്ടത്. ഇവിടെ സർവീസസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിൽ നമ്മൾ നോക്കുന്നത് മാരേജ് സർവീസിനെ കുറിച്ചാണ്. 3 ഓപ്ഷൻസ് ഇതിൽ കാണുന്നുണ്ട്. മാരേജ് ന്യൂ രജിസ്ട്രേഷൻ, കറക്ഷൻ ഇൻ മാരേജ്, മാരേജ് സർട്ടിഫിക്കറ്റ് സെർച്ച് ആൻഡ് ഡൗൺലോഡ്. ഇതിൽ നമ്മൾ മാരേജ് ന്യൂ രജിസ്ട്രേഷൻ ആണ് എടുക്കാൻ പോകുന്നത്. നിലവിൽ 10 സ്റ്റേജിലൂടെയാണ് നമുക്ക് മാരേജ് രജിസ്ട്രേഷൻ നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മാരേജ് ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഡേറ്റ് ഓഫ് മാരേജ് നടത്തുന്ന ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പ്ലേസ് ഓഫ് മാരേജ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഡിസ്ട്രിക്റ്റ് ആണ്. അത് ഏതാന്നുള്ളത് കൊടുക്കാം. ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി നെയിം. നെക്സ്റ്റ് വരുന്നത് പ്ലേസ് ഓഫ് മാരേജ് ആണ്. അതിൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, മണ്ഡപമാണോ, സബ് രജിസ്ട്രാർ ഓഫീസ് ആണോ, ഹൗസ് ആണോ തുടങ്ങിയിട്ടുള്ളതൊക്കെ. അപ്പോൾ ഹൗസ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഹൗസിൻ്റെ ലൊക്കാലിറ്റി, സ്ട്രീറ്റ്, ഹൗസ് നമ്പർ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസുകൾ ആഡ് ആക്കാനുണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഇൻഫർമേഷൻ ആണ്. മലയാളത്തിൽ കൊടുക്കുന്നതിനായിട്ട് ഗൂഗിളിൽ പോയിട്ട് മംഗ്ലീഷ് കീബോർഡിൽ നെയിം എഴുതിയതിന് ശേഷം അതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി മലയാളത്തിൽ. ഇത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്താൽ അടുത്ത സെക്ഷനിലേക്ക് പോകും. നമ്മൾ ഇനി അടുത്തായിട്ട് പോകുന്നത് തേർഡ് സ്റ്റേജ് ആണ്, അഡ്രസ് ഓഫ് ഹസ്ബൻഡ്. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ ലൊക്കാലിറ്റി ഇംഗ്ലീഷിലും മലയാളത്തിലും ഇവിടെ കൊടുക്കണം. അതുപോലെ തന്നെ സ്ട്രീറ്റിൻ്റെ നെയിമും ഇംഗ്ലീഷിലും മലയാളത്തിലും ഇവിടെ കൊടുക്കണം. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഫോർത്ത് സ്റ്റേജ് ആണ്, വൈഫ് ഇൻഫർമേഷൻ ആണത്. ഹസ്ബൻഡിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളും കൊടുത്തതുപോലെ തന്നെയാണ് വൈഫിൻ്റെതും കൊടുക്കാനുള്ളത്. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് അടുത്ത സെക്ഷനിലേക്ക് പോകേണ്ടതാണ്. ഇതെല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം പ്രൊസീഡ് നീക്കി അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണ്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വിറ്റ്നസ് ഓഫ് മാരേജ് ആണ്. മാരേജിന്റെ സാക്ഷികളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. നിലവിൽ 2 വിറ്റ്നസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഫസ്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. വിറ്റ്നസ് ആരാണോ ആളുടെ വാലിഡ് ആധാർ നമ്പർ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ലീവ് സ്റ്റാറ്റസ് ഓഫ് പാർട്ടീസ് ടു മാരേജ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഹസ്ബൻഡിന്റെ നെയിമും വൈഫിന്റെ നെയിമും ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അതിനുശേഷം അപ്ലോഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഇവിടെ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ ആഡ് ആക്കാവുന്നതാണ്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഇത് ക്രോപ്പ് ചെയ്യാനുള്ള ഫീച്ചറും ഇവിടെ അവൈലബിൾ ആണ്. ഇത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് നോക്കി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രിവ്യൂ ആണ്. പ്രിവ്യൂവിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതുവരെ ചെയ്ത സെക്ഷൻസിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രിവ്യൂവിൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് എന്തെങ്കിലും തിരുത്തും കാര്യങ്ങളും വേണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഏത് സ്റ്റേജിലേക്കാണോ പോകേണ്ടത് അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെ വരുത്താൻ പറ്റുന്നതാണ്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സ് ആണ്. 8th സ്റ്റേജ് ആണത്. അതിൽ പ്രൂഫ് ഓഫ് നെയിം ആൻഡ് ഏജ് ഓഫ് ഹസ്ബൻഡ് ആണ്. ഏതെങ്കിലും ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ ഏതാന്ന് വെച്ചാൽ ഒരു പ്രൂഫ് ഇവിടെ ആഡ് ആക്കാം. അപ്പോൾ ഇവിടെ ഡോക്യുമെന്റ് ആഡ് ആക്കാനുള്ളൊരു സെക്ഷൻ കാണും. അതുപോലെ തന്നെ വൈഫിൻ്റെതും ഇവിടെ ആഡ് ആക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് മാരേജ് ആണ്. മാരേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഇവിടെ ആഡ് ആക്കാം. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാണ്. അതാണ് ഡിക്ലറേഷൻ സ്റ്റേജ്. ഈ ഒരു ഡിക്ലറേഷൻ സ്റ്റേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ളതും എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടി സ്വീകരിക്കാം എന്നുള്ള ഒരു ഡിക്ലറേഷനാണിത്. അപ്പം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡിലേക്ക് പോവാം. ലാസ്റ്റ് സ്റ്റേജ് ആണ് മെത്തേഡ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ടെണ്ണമാണുള്ളത്, ഓൺലൈൻ വെരിഫിക്കേഷനും ഫിസിക്കൽ വെരിഫിക്കേഷനും. ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് മാരേജ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചെയ്യുന്നതിനെയാണ് പറയുന്നത്. നമ്മളിവിടെ ഓൺലൈൻ വെരിഫിക്കേഷൻ ആണ്. മുകളിൽ കൊടുത്ത ഡാറ്റകളും കാര്യങ്ങളൊക്കെ കൃത്യമാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതെല്ലാം ഇവിടെ വരുന്നതാണ്. ഹസ്ബൻഡിന്റെ നെയിമും ആധാർ നമ്പറും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ വൈഫിന്റെ നെയിമും ആധാർ നമ്പറും ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 10 സ്റ്റേജിലൂടെയാണ് നമുക്ക് മാരേജ് രജിസ്ട്രേഷന് സാധിക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് ആർ യു ബിലോങ്സ് ടു BPL SC ST എന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു പ്രൂഫ് ആഡ് ആക്കാനുള്ള ഫയൽ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പ്രൂഫ് ആഡ് ആക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അവിടെ നമ്മൾ പ്രൂഫ് ആഡ് ആക്കുക. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. നമ്മൾ എല്ലാ ഡാറ്റകളും കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്താൽ ഇവിടെ പ്രൊസീഡ് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും.